ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടല്ലേ. ഇത് ഞാൻ നോമ്പിനെടുത്ത് വെച്ച വീഡിയോ ആണ്. പക്ഷേ എന്താണ് സമയം, സന്ദർഭവും സാഹചര്യവും മനസ്സും ഒക്കെ ഒത്തു വന്നത് ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം സംഭവമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും കൂടെ എത്തിയിട്ടില്ല. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്, നമ്മൾ കുറേ ബിഹൈൻഡ് ദ സീൻസ് എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ, പല വീഡിയോ ക്ലിപ്പും മിസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതൊരു മെമ്മറി ആയിട്ട് എന്തായാലും സൂക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്തുള്ള വീഡിയോസ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഒരു വ്ളോഗാക്കി ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറേ നേരമായിട്ട് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലഹരിക്കെതിരെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പേരൊക്കെ എത്തിയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ. അപ്പം താഴെ വെച്ചിട്ട് അതിൻ്റെ ബാക്കി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അവരിങ്ങോട്ട് വരും. ബാക്കി നമ്മുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ്, ഈ വീട്ടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ എടുത്തു വന്നുകൊണ്ട് റൈസ് ഉറക്കമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വീഡിയോസ് മിസ്സായി. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴുള്ള കുറച്ച് സീൻസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സ്കൾബർ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും ജെന്നി എന്ന് പറയുന്ന അവരും, അങ്ങനെ കുറച്ച് പേരൊക്കെ ആയിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷൂട്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. റഫീഖക്ക് വർക്കുള്ളത് കൊണ്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. നമ്മളൊരു ഓട്ടോയിൽ കയറ്റി വിട്ടു. നമ്മളങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വേഗം വീട്ടിലെത്തി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി. ഞാൻ പിന്നെയും പറയാണ്, കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചതുണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി. പിന്നെ ചെറിയൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എനിക്കിത് എടുത്ത് സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാണ്. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നല്ല സമാധാനമായിട്ട് വീട്ടിലെത്തി. കുറച്ച് ദിവസമായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് ഓട്ടമായിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പം അതുണ്ട്. പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് കുറേ 1-2 ആഴ്ചയായിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ശരിക്കൊന്ന് ഫ്രീ ആയത്. ഞാനിപ്പോൾ വീട്ടിൽ വന്ന് റൈസിട്ടന് ഫുഡൊക്കെ കൊടുത്തോനൊന്ന് ഉറക്കി, ഞാൻ നല്ലൊരു എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്ത് ഒരു കുളിയൊക്കെ എടുത്ത് പാസ്സാക്കിയിട്ട് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ നല്ല മഴ വരുന്നൊരു കോൾ കാണാണ്ട് കേട്ടോ, പുറത്തോട്ട് നോക്കിയിട്ട്. അപ്പം ഒരു കാറ്റൊക്കെ ഉണ്ട്, നല്ലൊരു അന്തരീക്ഷമുണ്ട്. എന്താണെന്നറിയില്ല, ഒരു സമാധാനം. എന്തൊക്കെയോ എനിക്കെന്താണെന്നറിയില്ല, ഞാൻ എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നതൊക്കെ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കുമ്പോഴുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു റിലീഫ്. അതാണിപ്പോൾ നല്ലൊരു സമാധാനമുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം സുഖമായിട്ട് ഉറങ്ങണം. ഉറക്കം കുറച്ച് ദിവസമായിട്ട് കുറവാണ്. അതിന് നല്ലോണം ഒന്ന് ഉറങ്ങണം, അത്ര തന്നെ. പിന്നെന്താണ്, അത്രയ്ക്ക് തന്നെ. അപ്പോൾ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഷോർട്ട് ഫിലിമെങ്കിലും ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമുക്കൊരു അവസരം കിട്ടി, ഒരു ചെറിയ അവസരം കിട്ടിയപ്പോൾ അത് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എന്താണ് റിലീസും കാര്യങ്ങളൊന്നും അറിയില്ല. ചിലപ്പോൾ ഞാനത് റിലീസായിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യുന്നത്, ചിലപ്പോൾ അതിന് മുമ്പേ ഇടും, അറിയില്ല, നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോയിൽ നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല കാറ്റുണ്ട്, നല്ല മഴ വരാനുള്ള കോളുണ്ട്. പിന്നെ മഴ വരുവാണെങ്കിൽ ഞാനത് കാണിക്കാം, ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. പിന്നെന്താണ്, മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.